ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന സീസണിലെ ജേതാക്കളാണ് രാജസ്ഥാൻ റോയൽസ്. 2008 എഡിഷനിൽ കിരീടം നേടിയ ശേഷം രണ്ടാം ട്രോഫി എന്ന രാജസ്ഥാൻ റോയൽസിന്റെ സ്വപ്നം ഇതുവരെ പൂവണിഞ്ഞിട്ടില്ല. അടുത്ത സീസണിൽ ടീം ഇറങ്ങുന്നതും ഇതേ ലക്ഷ്യവുമായാണ്. അതേസമയം 2025 സീസണിന് മുന്നോടിയായുള്ള IPL മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നത് ശ്രദ്ധേയം. ഒരു കളിക്കാരന് വേണ്ടി മാത്രമാണ് ലേലത്തിൽ 10 കോടിയിലധികം രൂപ മുടക്കാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറായത്. കാരണം ലേലത്തിനെത്തുമ്പോൾ 41 കോടി രൂപ മാത്രമായിരുന്നു റോയൽസിന്റെ പേഴ്സ് ബാലൻസ്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജൂറൽ, റിയാൻ പരാഗ്, ഷിംറോൺ ഹിറ്റ്മേർ, സന്ദീപ് ശർമ്മ എന്നിവരായിരുന്നു ലേലത്തിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത്. രാജസ്ഥാൻ ഇക്കുറി ലേലത്തിൽ നടത്തിയ പല നീക്കങ്ങളിലും ആരാധകർ അത്ര ഹാപ്പിയല്ല. എങ്കിലും ചില ശ്രദ്ധേയ വാങ്ങലുകളും ടീം നടത്തിയിട്ടുണ്ട്. ഇക്കുറി മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ ഏറ്റവും മികച്ച 5 കളിക്കാർ ആരെല്ലാമെന്ന് നോക്കാം. 2025 IPL മെഗാ താരലേലത്തിൽ 10 കോടിയിലധികം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ ഏക താരമാണ് ഇംഗ്ലീഷ് പേസ് ബോളർ ജോഫ്ര ആർച്ചർ. 12.5 കോടി രൂപയ്ക്കാണ് ആർച്ചറിനെ രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ സ്വന്തമാക്കിയത്. ടീമിന്റെ ബോളിംഗ് ആക്രമണം നയിക്കുക ജോഫ്ര ആർച്ചർ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. IPL ഇതുവരെ 40 മത്സരങ്ങൾ ആർച്ചർ കളിച്ചിട്ടുണ്ട്. 48 വിക്കറ്റും സ്വന്തമാക്കി. 7.43 ആണ് ഇക്കോണമി റേറ്റ്. രാജ്യാന്തര പരിചയം, വേഗത്തിലുള്ള പന്തുകൾ, യോർക്കറിലെ കൃത്യത എന്നിവ ജോഫ്ര ആർച്ചറിനെ അപകടകരയാക്കുന്നു. രാജസ്ഥാൻ റോയൽസിന് പുറമെ മുംബൈ ഇന്ത്യൻസിനായ ആർച്ചർ IPL കളിച്ചിട്ടുണ്ട്. നിതീഷ് റാണയാണ് 2025 IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ മറ്റൊരു മികച്ച താരം. 4.2 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് നിതീഷ് റാണയെ സ്വന്തമാക്കിയത്. ഇടങ്കൈൻ ബാറ്ററായ നിതീഷ് റാണ IPL സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരിൽ ഒരാളാണ്. 2020 മുതൽ 2023 വരെയുള്ള IPL സീസണുകളിൽ 350 ശരാശരി റൺസ് നിതീഷ് റാണ സ്വന്തമാക്കിയിരുന്നു. IPL ഇതുവരെ ആകെ 107 മത്സരങ്ങളിൽ 2636 റൺസ് നേടി. മധ്യനിരയിൽ ടീമിന്റെ ബാറ്റിംഗ് കരുത്താകും നിതീഷ് റാണ. പാർട്ട് ടൈം സ്പിന്നറായും റാണയെ ഉപയോഗിക്കാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണിന് സാധിക്കും. ശ്രീലങ്കൻ സ്റ്റാർ സ്പിന്നർ വനിന്ദു ഹസരംഗയാണ് 2025 മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയ മറ്റൊരു ശ്രദ്ധേയ താരം. യുസ്വേന്ദ്ര ചഹലിനെ ഒഴിവാക്കിയ രാജസ്ഥാൻ റോയൽസ് പുതിയതായി സ്പിൻ ആക്രമണത്തിനു നിയോഗിക്കുക ഹസരംഗയായിരിക്കും. 5.25 കോടി രൂപയാണ് രാജസ്ഥാൻ റോയൽസ് ഹസരംഗയ്ക്ക് വേണ്ടി മുടക്കിയത്. ICC T20 ബോളിംഗ് റാങ്കിങ്ങിൽ രണ്ടാമതാണിപ്പോൾ ഹസരംഗയുടെ സ്ഥാനം. 2020 ക്രിക്കറ്റിൽ ആകെ 287 വിക്കറ്റുകൾ ഹസരംഗ വീഴ്ത്തിയിട്ടുണ്ട്. 145.16 സ്ട്രൈക്ക് റേറ്റിൽ 2314 റൺസും ഈ ഫോർമാറ്റിൽ ശ്രീലങ്കൻ താരത്തിനുണ്ട്. ഫിനിഷറുടെ റോളിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന കളിക്കാരൻ കൂടിയാണ് അദ്ദേഹം. ശ്രീലങ്കൻ സ്പിന്നറായ മഹീഷ് തീക്ഷണയാണ് ഇത്തവണത്തെ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ മികവുറ്റ മറ്റൊരു കളിക്കാരൻ. 4.4 കോടി രൂപയാണ് തീക്ഷണയ്ക്ക് വേണ്ടി രാജസ്ഥാൻ റോയൽസ് മുടക്കിയത്. IPL 27 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഈ ശ്രീലങ്കൻ താരം. 7.66 ആണ് ഇക്കോണമി റേറ്റ്. 2020 ക്രിക്കറ്റിൽ ആകെ 178 മത്സരങ്ങളിൽ നിന്ന് 189 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ഈ വലങ്കൻ സ്പിന്നർ. പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും പന്തെറിയാൻ തീക്ഷണയ്ക്കാവും. ICCയുടെ T20 ബോളിംഗ് റാങ്കിങ്ങിൽ നിലവിൽ 5ാം സ്ഥാനത്തുള്ള താരമാണ് ഈ മിസ്റ്ററി സ്പിന്നർ എന്നതും ശ്രദ്ധേയം. അഫ്ഗാനിസ്ഥാന്റെ ഇടങ്കൈയൻ പേസറാണ് ഫസൽ ഹഖ് ഫാറൂഖി. ട്രെന്റ് ബോൾട്ടിന്റെ അഭാവം നികത്താൻ ഇടങ്കൈയൻ പേസർ എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസിന് ഉപയോഗിക്കാവുന്ന കളിക്കാരനാണ് അദ്ദേഹം. ഇരുവശത്തേക്കും പന്ത് സ്വിംഗ് ചെയ്യിക്കാൻ ഫാറൂഖിക്ക് സാധിക്കും. മാത്രമല്ല പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്താനുള്ള കഴിവുമുണ്ട്. 2020 ആകെ 103 മത്സരങ്ങളിൽ നിന്ന് 133 വിക്കറ്റുകൾ ഈ അഫ്ഗാനിസ്ഥാൻ പേസർ സ്വന്തമാക്കി. 6.94 ആണ് ഇക്കോണമി റേറ്റ്. അടിസ്ഥാന വിലയായ 2 കോടി രൂപയ്ക്കാണ് ഇത്തവണത്തെ മെഗാ താരലേലത്തിൽ ഫസൽ ഹഖ് ഫാറൂഖിയെ രാജസ്ഥാൻ വാങ്ങിയത്.